Good evening. Good evening. ഗുഡ് ഈവനിങ് മാം. വീഡിയോ ഓൺ ആക്കാം. എന്നിട്ട് ക്ലാസ് ബുക്ക് എടുത്തൊന്ന് ഫോർമുല എഴുതിക്ക വേഗം. വേഗം ഫോർമുല എഴുതിക്കേ. ഗുഡ് ഈവനിങ് മിസ്സേ. ഗുഡ് ഈവനിങ്. ഫോർമുല എന്ന് എഴുതിക്കണേരാ. എഴുതി കഴിഞ്ഞോ ആഷിക? ഇല്ല. നീ എന്താ നോക്കിയിരിക്കുന്നേ? ഋതിരാജ വേഗം ഫോർമുല എഴുത്. വേഗം എഴുത്. ഋതിരാജ് ഇതുവരെ ബുക്ക് എടുത്ത് കഴിഞ്ഞില്ല.
Ma'am, finish. രാജ എവിടെ? ഇപ്പൊ തരാം, ഒരു മിനിറ്റ് മാഡം. രാജ ക്ലാസ്സിൽ വരുമ്പോ ടെക്സ്റ്റ് കിട്ടും പറയില്ലേ? എത്ര സമയം നീ അവിടെ നിന്ന് എഴുന്നേറ്റ് കൊടുത്തു? മാഡം ഫോർത്തില് ഫിനിഷ് ആയി. ഫോർമുല എഴുതി കഴിഞ്ഞു. ഞാനിവിടെ ഫോണും തിരിച്ചു വെക്കടാ, ചെരിഞ്ഞെഴുതും. അത് ചാർജറിൽ കുത്തിയേക്കണോണ്ടാ മിസ്സേ. അറിയില്ലായിരുന്നു ക്ലാസ് ഉണ്ടെന്നുള്ള അവിടെ. അത് ഞാൻ വേറെ ക്ലാസ്സിന് വയ്ക്കായിരുന്നു, അപ്പൊ മിഡിലായിരുന്നു ഇപ്പോൾ. ഓക്കെ, ഫോർമുല എഴുതുന്നത് സ്റ്റോപ്പ് ചെയ്തേ. പേജ് നമ്പർ 8 ആണ് നമുക്ക് ഇനി ചെയ്യാനുള്ളത് അല്ലേ? 7 വരെ അല്ലേ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ? 8 കംപ്ലീറ്റ് ആയിരുന്നു. മാഡം ലാസ്റ്റ് ക്ലാസ് വരെ 10th പേജ് വരെ ഹോംവർക്ക് എന്നിരുന്നോ ചെയ്യാന്? 10th വരെ കംപ്ലീറ്റ് ആയോ എല്ലാരും? അപ്പൊ ഇനി ഇന്ന് ഒരു കാര്യം 11th പേജിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. കംപ്ലീറ്റ് ആവാത്ത ആൾക്കാർ ഈ വീക്ക് കഴിയുമ്പോഴത്തേക്ക് ടെക്സ്റ്റ് ബുക്ക് കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, എല്ലാരും ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. പേജ് നമ്പർ 11 എടുക്കുക. 11ലെ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യേണ്ടത്. ടൈമർ വെക്കുവാണ്. സ്റ്റാർട്ട് ചെയ്ത്. മൈക്ക് ഓഫ് ചെയ്യണേ ബോസ. ഡൗട്ട് ഉള്ള ഏതെങ്കിലും ക്വസ്റ്റൻ ഉണ്ടെങ്കിൽ എക്സ്പ്ലിക് ചെയ്തിട്ട് ചെയ്തു പോകും. നമുക്ക് ലാസ്റ്റ് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഈ പേജ് ചെയ്യാനായിട്ടുള്ള മാക്സിമം ടൈം എന്നത് 12 മിനിറ്റ് ആണ്.
ഇതായിട്ട് ശ്രദ്ധിച്ച് വേഗം വേഗം ഇട്ടു കേട്ടോ. പക്ഷേ ഈ ബിയിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ എങ്ങനെയാ ചെയ്യാ? ഏ ഇവിടെ കണ്ടില്ല കഴിഞ്ഞ വെച്ചിട്ട് കേൾക്കുന്നില്ല. കഴിഞ്ഞ ക്ലാസ്സിലെ റെക്കോർഡ് കണ്ടിരുന്നോ? ഇല്ല മിസ്, എക്സാം ഇന്നാ കഴിഞ്ഞുള്ളൂ. ഇന്ന് എക്സാം കഴിഞ്ഞു. ഇതുവരെ ഒന്നും നോക്കിയില്ല. ഇല്ല. അവിടെ രണ്ട് നമ്പേഴ്സ് ആദ്യം മൈനസ് ചെയ്യാനുള്ളത് മൈനസ് ചെയ്യണം. ഫസ്റ്റ് നമ്പർ ആഡ് ചെയ്യുക, സെക്കൻഡ് നമ്പർ മൈനസ് ചെയ്യുക. അപ്പൊ നമുക്കൊരു ആൻസർ കിട്ടും. അതിനോട് നമ്മുടെ തേർഡ് നമ്പർ പ്ലസ് ചെയ്യുക. ആ കിട്ടിയിരിക്കുന്ന ആൻസറിനെ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഒരു ക്വസ്റ്റ്യൻ തന്നെ മൈനസും അഡീഷനും മൾട്ടിപ്ലിക്കേഷനും നമ്മൾ ഒരു ക്വസ്റ്റ്യനകത്ത് തന്നെ ചെയ്യുന്നത് കേട്ടോ. ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കിയിട്ട് ബാക്കി ആദ്യത്തെ മൂന്നെണ്ണം സെയിം, എല്ലാം കറക്റ്റ് നമ്മൾ ചെയ്തത് തന്നെയാണ്. പക്ഷെ എല്ലാം കൂടെ ഒരു ക്വസ്റ്റ്യനകത്ത് വരുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു വ്യത്യാസം. പക്ഷെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആൻസർ 4536945 ആണോ? പക്ഷെ കേൾക്കുന്നില്ല. 4-5 ആണോ പറഞ്ഞത്? 45. പറഞ്ഞ 4-5 4536945. അല്ലേ? 4-5 വരച്ച ബാക്കി മിസ്സേ മറ്റേ നമ്മൾ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് 50415 ആണോ? 504150 അല്ലേ? 0 ഉണ്ടോ? അയ്യോ ആ അയ്യോ വൺസോഡിൽ ഒന്നും ഉണ്ടാവില്ല. 50 അല്ലേ? ആണോ? ഒന്നുകൂടി ചെയ്ത് നോക്കട്ടെ എന്നാ. ചെയ്ത് നോക്കട്ടെ. മിസ്സേ 4537350 ആണോ?
4, 5, 7350. ആക്കാം. അത് ഞാൻ ചെറുതായിട്ട് 9 ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് മറ്റേ ഇൻറ്റു 5 ലാസ്റ്റത്തെ 2 റോയിൽ ചെയ്ത്. അപ്പം റോഡ് മാറി കഴിഞ്ഞാലും ചെയ്തോസൊക്കെ കിട്ടും ഓട്ടോറിക്ഷയ്ക്കാണ്. അതെ ഞാൻ മേലും ഡൗട്ട് ഉണ്ട്. ഡൗട്ട് സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത് ചെയ്തോ. എന്താണാവോ നോക്കിയിരിക്കുന്നേ. Release safely. Safely.
Means in 1 week. എന്താണ് അശിക? ആരെടുത്തോളൂ? ഇതിലാച്ച് ടേബിൾ ആയിക്കൊണ്ടിരിക്കുക. ഫിനിഷ്. ഈ പേജ് ഫുൾ കംപ്ലീറ്റ് ആയോ? യെസ്. 16 മിനിറ്റ് 30 സെക്കൻഡ്. 16 minutes 30 seconds. Yeah. ആൻസേഴ്സ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിട്ടോ മൽസ അല്ല, സോറി, സൈനബെ. മാഡം ഫിനിഷ് ആയി.
18 minutes 32 seconds. 18 minutes 32 സെക്കൻഡ് അല്ലേ? നിമിഷാകുന്ന ആൻസേഴ്സ് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കെ, ടൈം 19 minutes 10 seconds. ആൻസർ എഴുതുമ്പോൾ ശ്രദ്ധിച്ചേക്കണേ, കുറെ ഡിജിറ്റ് ഒക്കെ ഉള്ളതുകൊണ്ട് മാറി തെറ്റിപ്പോരുത്. ഉം. ഞാൻ നമുക്കൊരു ടൈം ലിമിറ്റ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു അല്ലേ? ഫിനിഷ് ആവാത്തതൊന്ന് ഹാൻഡ് റൈസ് ചെയ്ത്
എത്ര സമയം അറിയാം? 23 ആയി. മൂസിനാവശ്യം ഒന്ന് ചെയ്യാൻ നോക്കാവോ? Please finish. 24 മിനിറ്റ് 32 സെക്കൻഡ്. മിഥിലാജിന് എത്ര ക്വസ്റ്റ്യൻ ചെയ്യാനുണ്ട്? മിഥിലാജ്, 3 questions, miss. വേഗം ചെയ്യ്. ബാക്കിയുള്ളവരെല്ലാം നെക്സ്റ്റ് പേജ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തു. അവനും കൂടെ ചെയ്തിട്ട് നമുക്ക് ആൻസർ ചെക്ക് ചെയ്യാം. മിസ്സൊക്കെ ഡൗട്ടുള്ള ക്വസ്റ്റ്യൻ കിട്ടിയായിരുന്നോ? Okay. Miss, finish. 27 മിനിറ്റ് 20 സെക്കൻഡ്. അടുത്ത പേജ് സ്റ്റാർട്ട് ചെയ്യട്ടെ? യെസ്. എല്ലാവരുടെയും ആൻസർ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. എടുത്തോ? പേജ് നമ്പർ 11 ആൻസർ ഒന്ന് ചെക്ക് ചെയ്തിട്ട് 12 സ്റ്റാർട്ട് ചെയ്യാം. 6.2, 7.4, 3.1, 24.1, 0.9, 6.1,
11.1, 11.3, 1.9. ക്യാമറ എല്ലാവരുടെയും ഓൺ ആയിരിക്കണേ. ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ബുക്ക് എല്ലാം കാണാം. 8ാമത്തെ ലെവലായി. ഇനി ഞാൻ എന്ത് പറയണം നിങ്ങളടുത്ത്. അടുത്തത് 4537350. 104482. 232626. 352458. 952546. 205910. 107545. 732989. 336982. 971697. 183957. 1327182. ഇനി എല്ലാരും നെക്സ്റ്റ് പേജ് സ്റ്റാർട്ട് ചെയ്തോ. മിസ് അങ്ങനെ എണീറ്റ് പോയി നടക്കല്ലേ. നമ്മളെ വർക്ക് വേഗം വേഗം ചെയ്യണോ. സൈനബേ ഇവിടെ പോയി. അത് ഡോർമൽ ആരോ മുട്ടി ഇപ്പൊ നോക്കാൻ വേണ്ടി പോയത്.
ലെഫ്റ്റ് ഹാൻഡ് ഒക്കെ മറന്നുപോയോ? നിങ്ങൾ ചെയ്തെത്തുള്ളൂ. കുറച്ച് വലിയ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. പക്ഷെ അത് തന്നെ ഈ ബുക്കിൽ കറക്റ്റ് ആയിട്ട് നിങ്ങൾ നോക്ക് ചെയ്ത് പോകും. എന്നാലേ നിങ്ങൾക്ക് കുറച്ചുകൂടെ സ്പീഡായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ചെയ്യണേ, ശ്രദ്ധിക്കാതെ. മിസ്സേ ഓ, 5th ക്വസ്റ്റ്യൻ നമ്മള് സബ്ട്രാക്ഷൻ വരെ ചെയ്ത് കഴിയുമ്പോ 7 ഡിജിറ്റ് നമ്പർ അല്ലേ വരിക? ഇവിടെ ക്വസ്റ്റ്യൻ 5th ക്വസ്റ്റ്യൻ ബിയിൽ ബിയിലെ 5, ക്വസ്റ്റ്യൻ നമ്പർ 5. ആ അതില് 7 ഡിജിറ്റ് അല്ലേ വരിക നമ്മള് അഡീഷനും സബ്ട്രാക്ഷനും കഴിയുമ്പോ? ആ 7 ഡിജിറ്റ് വരും. അപ്പോ നമ്മുടെ റോഡില് ആകെ അപ്പൊ 6 നമ്മൾ എന്ത് ചെയ്യണം അറിയാവോ? നമ്മൾ ചെയ്തോളില്ല. യൂണിറ്റ് റോഡ് കുറച്ചുകൂടെ ഷിഫ്റ്റ് ചെയ്ത് റൈറ്റ് സൈഡിലോട്ട് മാറ്റിയിട്ട് ചെയ്യും. ആ പക്ഷെ ഇപ്പൊ ഞാൻ നമ്പർ ഇല്ലേ മറ്റേ ഈ നമുക്ക് 7 ഡിജിറ്റ് നമ്പർ ഞാൻ സൈഡിലോട്ടായിരുന്നു ചെയ്യല്. ഇനി എന്താ അറിയോ, ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ അതായത് ബി എൻ സി ചെയ്യുമ്പോൾ യൂണിറ്റ് റോഡൊന്നും സ്റ്റാർട്ട് ചെയ്യാതെ റൈറ്റ് സൈഡിലെ നെക്സ്റ്റ് പ്ലേറ്റ്സിനെ യൂണിറ്റ് ആക്കിയിട്ട് എടുക്കുക. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങോട്ട് സ്പേസ് കിട്ടും കേട്ടോ. നോർമലി ബാക്കിയെല്ലാം നമ്മൾ അതേപോലെ തന്നെ ചെയ്യാം. പക്ഷെ ഇതിൽ ഈ ടൈപ്പ് വരുന്ന ക്വസ്റ്റ്യൻസിലപ്പോ ഒന്ന് മാറ്റി ചെയ്താൽ മതി. നമ്പർ എഴുതി വെക്കുക. ആ ഈ ടൈപ്പ് നമുക്ക് ഒരുപാട് സ്കൂളിലൊക്കെ വരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനൊന്നും വരൂല. പക്ഷെ എന്നാലും നമ്മുടെ സിലബസിൽ ഇത് മിസ് ഉം 8th ലെവൽ ദാറ്റ്സ് എങ്ങനെയാണ് നമ്മ ഇത്ര ഉണ്ടായിരുന്ന പോലെ എല്ലാ തന്നെ? എല്ലാം വരും. അതായത് അഡീഷൻ ഉണ്ടാവും, സബ്ട്രാക്ഷൻ ഉണ്ടാവും, മൾട്ടിപ്ലിക്കേഷൻ വരും, ഡെസിമൽ വരും, അതേപോലെ നമ്മുടെ നെഗറ്റീവ് സം ഉണ്ടാവും. ഇങ്ങനെ അതിന്റെ എല്ലാം വരും. പക്ഷെ ഈ ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സാമിന് ഉണ്ടാവില്ല. പക്ഷെ നമ്മുടെ സിലബസിലുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഈ വർക്ക് ചെയ്യണം. ഇത്രയും വലിയ ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ല. ഈ ടൈപ്പും വരും. കുറച്ച് ചെറിയ ക്വസ്റ്റ്യൻസ് ആയിരിക്കും കേട്ടോ. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും, അത്രേ ഉള്ളൂ.
ഈ 12th പേജ് ഇന്നത്തെ ക്ലാസ്സിൽ ആരെങ്കിലും കംപ്ലീറ്റ് ആകാത്തവരുണ്ടെങ്കിൽ നാളത്തെ ക്ലാസ് ആകുമ്പോഴത്തേക്ക് അത് കംപ്ലീറ്റ് ചെയ്യണേ. സൈനബ ചെയ്യുന്നില്ലേ? ഉം. സൈനബ് ഫിനിഷ് ആയോ? മാം ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ. ആ, ഓക്കെ. ഫിനിഷ് ചെയ്യും മാം. ടൈം വെച്ചിട്ടില്ല, കാരണം നേരത്തെ കണ്ടിന്യൂസ് ആയിട്ട് പോയത് കൊണ്ട്. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ ആൻസേഴ്സ്. നേരത്തെ ചെയ്ത പേജില് മിസ്റ്റേക്സ് ഉണ്ടായിരുന്നോ മേഴ്സിക്ക്?
യെസ് മാഡം. എത്ര എണ്ണം? 2 എണ്ണം. ഓക്കെ, ഒന്ന് മാറ്റി ചെയ്ത് നോക്കിയേ. Yeah. രാജേ, ചെയ്യല്ലേ? മിസ് ചെയ്യണ്ട. നിധിരാജ് അതുവഴി പോയോ? എവിടെ പോവാ ഇടയ്ക്ക്? ഫോൺ മാറ്റിയാണ് മിസ്. മിസ്സേ ഫിനിഷ് ആയി. ഓക്കെ. ഫിനിഷ്. ഓക്കെ. മിസ്റ്റേക്സ് ഉണ്ടായിരുന്നോ എല്ലാവർക്കും ലാസ്റ്റ് പേജില്? ഉണ്ടായിരുന്നു മിസ്സേ. എത്ര എണ്ണോ? 3. സൈനബിനോ? 4. ഡെസിമൽസ് അല്ലല്ലോ, താഴെ വരുന്ന ക്വസ്റ്റ്യൻസിലെ BNCയിലല്ലേ മിസ്റ്റേക്ക് വരുന്നേ? ആ അതെ, അത് ഒന്നെങ്കിൽ ഫസ്റ്റ് 2 നമ്പർ തെറ്റ് അല്ലെങ്കിൽ ലാസ്റ്റ് 2 നമ്പർ തെറ്റ്. അപ്പൊ റോഡ് മാറിപ്പോകുന്നതാണ് പ്രധാന കാരണം കേട്ടോ. അതായത് ബാക്കി എല്ലാതും കറക്റ്റ് ആവും, പക്ഷെ ലാസ്റ്റത്തെ ഫുള്ളും ഇതാവും. റോഡ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോ റോഡ് മാറിപ്പോയിട്ടുണ്ടാവും. ആ അതെ. അപ്പൊ അത് അടുത്ത ക്ലാസ്സിൽ ഇങ്ങനെ ഈ ക്വസ്റ്റ്യൻസ് കുറച്ച് കുറച്ച് ചെയ്യുന്ന അനുസരിച്ച് നമ്മൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് വരും. അപ്പൊ ആദ്യം ബി ബുക്കും ഇതേപോലെ സെയിം പേജുകൾ ചെക്ക് ചെയ്ത് പോണം. നമുക്കൊരു ഡേ വെക്കാം. വെനസ്ഡേ നമുക്ക് ബി ബുക്ക് ചെക്ക് ചെയ്യാം കേട്ടോ. ഞാൻ മറന്ന എന്നെ ഓർപ്പിക്കണം, കാരണം അല്ലെങ്കിൽ നമ്മളത് അവിടെ പോകും. നിങ്ങൾ വലിയ ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് നിർബന്ധമായിട്ടും വർക്ക് ചെയ്യണം. ഇന്നിപ്പോ 2 പേജാ ചെയ്തേ, നാളത്തേക്ക് മാക്സിമം 2 പേജ് ചെയ്യാൻ പറ്റും നോക്കാം. ഇനിയിപ്പോ പറ്റിയില്ലെങ്കിലും എന്ത് ചെയ്യണം, വെനസ്ഡേ വരെ ടൈം ഉണ്ട്. വെനസ്ഡേക്ക് ശേഷം നെക്സ്റ്റ് മൺഡേ വരെ ആവുമ്പോഴത്തേക്കും നിങ്ങൾ എന്ത് ചെയ്യണം, അത്ര പേജാണോ എ ബുക്ക് കംപ്ലീറ്റ് ചെയ്തത് അത് കറക്റ്റ് ആയിട്ട് മൺഡേയിലേക്ക് ബി ബുക്കും കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, അതെല്ലാരും ഫോളോ ചെയ്യണേ.